School, Muachapura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ 1980-82 TTC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ 1980-82 TTC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകൻ N വാസുദേവ നമ്പ്യാരെ രാജശ്രീ രാജു പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രാക്ടിക്കലി ഞാൻ ലോകമായിരിക്കും, പക്ഷെ തിയറിക്ക് ഞാൻ വീഴും. ഞാനൊന്നും വിട്ടാൻ പോയില്ല. കാരണം എന്നെയാണ് ഉദ്ദേശിച്ചേക്കണെന്ന് എനിക്കറിയാം. ഞാൻ തോപ്പിക്കുന്ന നാരായണ സാർ വളരെ ചാടേൻ്റെ എന്താ പറയുന്നത്. അല്ല, ഞാൻ തിയറിക്ക് ഞാൻ നിങ്ങൾ തോപ്പിക്കായിരിക്കും, പക്ഷെ തിയറിക്ക് ഞാൻ ജയിക്കും. പ്രാക്ടിക്കലി എന്നെ തോപ്പിക്കായിരിക്കും. നിന്നെ തോപ്പിക്കുന്നത് ഇനിയെന്നല്ല, ഈ സ്കൂളിലുള്ള ഓരോ എണ്ണത്തിനെ ഞങ്ങൾ പ്രാക്ടിക്കലി തോപ്പിക്കില്ല, തോക്കാനോട്ട് നമ്മൾക്ക് കഴിയും. പക്ഷെ തിയറിക്ക് കിട്ടണമെങ്കിൽ അത് ദൈവം തന്നെ സഹായിക്കണമെന്ന്. ആ പുള്ളി 5 തവണ എഴുതി തിയറി, 5 പ്രാവശ്യം തിയറി എഴുതി. 6ാമത്തെ തവണ അവിടെ ചെന്നപ്പോൾ ബഹുമാനായ പൗലോ സാറ് എന്റെ ഗുരുനാഥനെ കൂടെയാണ്, അന്നത്തെ പ്രിൻസിപ്പലാണ്. എടാ, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ ജയിക്കാൻ പോണില്ല. നീ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ സാറുമാരോട് മാപ്പ് പറഞ്ഞു വെച്ചോ, അവരുടെ മനസ്സിൽ കളവൊക്കെ തീർച്ചോ. വന്നു എന്താ പറഞ്ഞത്. അപ്പൊ അപ്പോഴത്തെ പൗലോ സാർ വന്നു, കാര്യം പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ ഒരു കളവുമില്ല, ഞങ്ങൾ എന്നെ അതെല്ലാം മറന്നുപോയി. ഏതായാലും ഒരു വിഷമമില്ല, പരീക്ഷ എഴുതുമ്പോൾ വിജയിച്ചോളൂ. പരീക്ഷ എഴുതി പോസിറ്റീവ് മൈൻഡ് കൊണ്ടുമ്പോൾ പറഞ്ഞതാണ്. കാരണം പോസിറ്റീവ് മൈൻഡോട് കൂടി അവൻ പോയി പരീക്ഷ എഴുതി അവൻ ജയിച്ചു. ഈ 5 തവണ പോയിട്ടും നെഗറ്റീവ് മൈൻഡാണുള്ളത്. ചെന്നിരിക്കുമ്പോഴത്തേക്ക് സാർമാർ വന്നു, അവിടെ ഈ തുറന്നു ഒന്നും വേണ്ട. അങ്ങനെയുള്ള മനോഹരമായ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വിഭാഗം സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് തയ്യാറാക്കിയ കയ്യൊപ്പ് ചുവർപത്രിക വാസുദേവ നമ്പ്യാരും ഇംഗ്ലീഷ് ക്ലബ്ബ് പുറത്തിറക്കുന്ന ദി ലാംപ് പോസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി അംഗവും റിട്ടയർഡ് തൃശൂർ AEOയുമായ PA ബീനയും പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്നും 2013 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ റോസമ്മ ജോർജ്, 2015 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ KV അപ്പായി, ആരിക്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജാൻസി P. ജോൺ എന്നിവരെ സംഗമത്തിൽ അനുമോദിച്ചു. KK ലീല, മുൻ TTI അധ്യാപകരായ B. ആനന്ദവലിയമ്മ, S. വള്ളിയമ്മാൾ, ആനി സെന്റ്, നാരായണൻ, ജേക്കബ്, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ട്രീസ P. സ്കറിയ, MG ബാബുരാജൻ എന്നിവരെ അനുസ്മരിച്ചും അനുശോചനം രേഖപ്പെടുത്തിയുമുള്ള പ്രമേയം അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് PS, മുതിർന്ന അധ്യാപകൻ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ്, AK ബാവ, KV അപ്പായി, റോസമ്മ ജോർജ്, ജാൻസി P. ജോൺ, മോഹനൻ ES, ബീന PA എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.